കേരളത്തിൽ പച്ചത്തേങ്ങയുടെ വില കുതിച്ചുയരുകയാണ്. വീടുകളിലെയും ഹോട്ടലുകളിലെയും അടുക്കളകൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിലവർധന. കഴിഞ്ഞ ആഴ്ചകളിൽ 72 രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങ വില ഇന്നലെ കിലോയ്ക്ക് 75 രൂപയിലെത്തിയെങ്കിലും പലരുടെയും കയ്യിൽ വിൽക്കാൻ തേങ്ങയില്ലാത്ത സ്ഥിതിയാണ്. സീസണിൽ പോലും കുറ്റ്യാടി തേങ്ങയടക്കം ആവശ്യത്തിന് ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും കാരണം കേര കർഷകർ കൂട്ടമായി കൃഷി ഉപേക്ഷിച്ചതാണ് ഉൽപാദനത്തിലുണ്ടായ വൻ ഇടിവിന് കാരണം. അതിനാൽ തന്നെ പച്ചത്തേങ്ങ വില കുതിച്ചുയരുമ്പോഴും കേര കർഷകർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. കിലോയ്ക്ക് 25-30 രൂപ വരെ പച്ചത്തേങ്ങയ്ക്ക് ലഭിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇതോടെയാണ് കർഷകർ കൃഷിയിൽ നിന്നും വിട്ടുനിന്നത്. കൂടാതെ മലയോര മേഖലകളിലടക്കം വന്യമൃഗശല്യവും തേങ്ങയിടാൻ ആളെ കിട്ടാത്തതും കർഷകർക്ക് ഇരുട്ടടിയായി. കിലോയ്ക്ക് 20 രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങയാണ് ഇപ്പോൾ 75-ലെത്തി നിൽക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ കിലോയ്ക്ക് 72 മുതൽ 73 രൂപ വരെയായിരുന്നു. ഡിസംബർ മുതലാണ് പച്ചത്തേങ്ങയുടെ വില കൂടി തുടങ്ങിയത്. ജനുവരി അവസാനം 54 ആയിരുന്ന വില ഫെബ്രുവരിയിൽ 56-ലെത്തി. മാർച്ചിൽ 60 കടന്നു. ജൂണിൽ 78 വരെ എത്തിയ ദിവസങ്ങളുമുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പച്ചത്തേങ്ങയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞതിനാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിപണി വില ഉയർന്നതും കാലാവസ്ഥ അനുകൂലവുമായതോടെ കർഷകർ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേനൽ മഴ നന്നായി ലഭിച്ചത് തെങ്ങുകൾക്ക് ഗുണകരമായി. പലരും തടം തുറക്കലും തെങ്ങിന് വളം ചെയ്യലുമായി സജീവമാണ്. വെളിച്ചെണ്ണ വിലയും തിരിഞ്ഞുനോട്ടമില്ലാതെ കുതിച്ചുയരുകയാണ്. ഈ മാസം തുടക്കത്തിൽ ലിറ്ററിന് 400 രൂപയായിരുന്നത് ഇപ്പോൾ 450-നടുത്തെത്തി. ആഴ്ചതോറും വിലയിൽ 10 മുതൽ 20 രൂപ വരെയാണ് വർധനയുണ്ടാകുന്നത്. തേങ്ങയുടെയും കൊപ്രയുടെയും വില കൂടുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടാതെ മാർഗമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്.